ഈ സ്ഥാനം ഞാൻ ഏറ്റെടുക്കില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൈവെള്ളിയിൽ കിട്ടിയിട്ടും വേണ്ടെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചാരെന്ന് എല്ലാവരും ആരാണെന്ന് എല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്നു. സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരാണ്. രണ്ടാമത്തെ നാടകീയത, രണ്ടാമത്തെ അത്ഭുതം. രാജ്യം തന്നെ പലരും തെറ്റിച്ചൊളിച്ചു. രാഷ്ട്രീയക്കാരനല്ലാത്ത ഈ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സങ്കീർണതകൾ, വൈവിധ്യം ഒന്നും അറിയാത്ത ഇദ്ദേഹം എങ്ങനെ ഈ രാജ്യത്തെ ഈ കുഴപ്പം പിടിച്ച കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കും? പക്ഷേ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപ്പച്ചരായ ഭരണാധിപന്മാരിൽ ഒന്നാമത്തെ നിലയിൽ നിൽക്കേണ്ട ആളാണെന്ന് ബോധ്യപ്പെട്ടു. ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്തു പറയുന്നു? അവർ രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തൊടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു. പ്രധാനമന്ത്രിയായ അദ്ദേഹം അത്ഭുതകരമായ, ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി. ഉദാരവൽക്കരണത്തിൻ്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോയാണ് ഇന്ത്യൻ സമ്പദ്ഘടന രക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ, മലയാളികൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണ്. നാട് വിട്ട് വീട് വിട്ടവരെല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലന്വേഷിക്കുകയാണ്. അവർക്ക് സ്വാഗതം കിട്ടുന്നു. അതിൻ്റെ കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഉദാരവൽക്കരണത്തിന് സമാന്തരമായി മറ്റൊരു നയം കൂടി സ്വീകരിച്ചു. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ, തൊഴിലില്ലാത്തവരുടെ, കിടപ്പാടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അത്യാവശ്യമാണ് അദ്ദേഹം നടത്തി.